വചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 7-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ തുര്യലിഖിതം നമുക്കിങ്ങനെ ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട്. കർത്താവേ, എൻ്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്ത വിധം എന്നെ വിധിക്കണമേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ തിരുവചനത്തിൻ്റെ അർത്ഥവും ആഴവും ആത്മീയതയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ തമ്പുരാനെ തിരുമനസ്സാകണേ. ഈശോയെ, ഈ മണിക്കൂർ മുഴുവനും തിരുമുമ്പിൽ ചേർത്ത് വയ്ക്കുന്നു. വചനം ഗ്രഹിക്കാനും ജീവിതത്തിൽ വചനബദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണേ. വചനത്താൽ, വചനത്തിൻ്റെ ആത്മീയ പ്രഭയാൽ അഭിഷേകം തരണേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വചനത്തെ സ്വീകരിക്കാൻ തക്ക വിധം ഞങ്ങൾക്ക് കൃപകൾ നൽകാൻ അമ്മ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, കർത്താവേ, എൻ്റെ നീതി നിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കണമേ. ദൈവം വിധിയാളനായിട്ട് കടന്നു വരുമ്പം നീതിയുടെ അളവുകളും സത്യത്തോട് ബന്ധപ്പെട്ട എൻ്റെ ജീവിതത്തെയും നോക്കിയിട്ട് വിധിച്ചോളാൻ നല്ല ബോധ്യത്തോട് കൂടിയിട്ട് പറയുകയാണ്. ദാവീദ് രാജാവ് ഒരുപാട് അപജയത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോഴും ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിൽ കൃത്യതയോട് കൂടിയിട്ട് വ്യക്തതയോടുകൂടിയിട്ട് കണ്ടെത്താൻ കഴിയുന്ന 2 അനുഭവങ്ങളുടെ ചുവട് പിടിച്ചാണ് തിരുവചനം. നീതിനിഷ്ഠയുള്ള ജീവിതമായിരുന്നു, സത്യസന്ധതയ്ക്ക് ജീവിതത്തിലിടമുണ്ടായിരുന്നു. അപ്പം ദൈവം വിധിയാളനായിട്ട് കടന്നു വരുമ്പം നമ്മുടെ ജീവിതങ്ങൾ ഭയപ്പെടാതെ ഭാരപ്പെടാതെ അനുഗ്രഹത്തോടു കൂടെ ആകണമെങ്കിൽ മാർഗം കൃത്യമായിട്ട് തിരുവചനം ചൂണ്ടിക്കാണിച്ചു തരികയാണ്. നീതി ബോധം വേണം, സത്യസന്ധത വേണം. ഇത് രണ്ടും ഇടപിരിയാതെ നിൽക്കുന്ന ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. വേർതിരിച്ചെടുക്കാനാവാത്ത വിധം ഒന്നൊന്നിനോട് പരസ്പര ബന്ധമായി കഴിയുന്ന ഒന്നായതുകൊണ്ട് വളരെ വ്യക്തതയോട് കൂടിയിട്ട് ഈ ആത്മീയ ചൈതന്യത്തെ, ഈ നിലപാടിനെ ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ തുടങ്ങുമ്പം അവിടെ മാറ്റങ്ങളുണ്ടാകും. വിധിക്കപ്പെടുമ്പോഴും വിധിയാളനായി ദൈവം കടന്നു വരുമ്പോഴും നമുക്കവിടെ അനുഗ്രഹത്തോടെ വ്യാപരിക്കാനുള്ള അഭിഷേകത്തിലേക്ക് എത്താൻ പറ്റും. ഔദാര്യം എന്ന് പറയുന്ന ഒരു കഥ ഒരു സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു നല്ല തടിയുള്ള മനുഷ്യൻ ഈ റിക്ഷ വലിക്കുന്ന ആ റിക്ഷയിൽ കയറിയിരിക്കുകയാണ്. ഒരു വൃദ്ധനായ മനുഷ്യൻ ഈ റിക്ഷ വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. പോകുന്ന വഴിയിൽ ഇയാൾ വല്ലാതെ അണയ്ക്കുന്നും ഭാരപ്പെടുന്നുണ്ട്. കാരണം ഇയാൾക്ക് നല്ല ഭാരമുണ്ട്. എങ്കിലും ഇയാളൊരു കൂസലമില്ലാതെ വണ്ടിക്കകത്ത് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. എത്തേണ്ട സ്ഥലത്തെത്തിയിട്ടും ഈ മനുഷ്യൻ അവിടെ ഇറങ്ങാതിരിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും ഈ മനുഷ്യൻ ഉരുണ്ട് വീഴുവോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പൈസ കൊടുക്കണ്ടല്ലോ എന്നുള്ള ചിന്ത കൊണ്ട്. ഒരു സാമാന്യ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതല്ല. ചില അടിസ്ഥാനപരമായിട്ട് സത്യസന്ധതയും ഈ മൂല്യബോധങ്ങളുമില്ലാത്ത ചില മനുഷ്യൻ്റെ മനോഭാവങ്ങളെ ഒന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കഥാകൃത്ത് ആഗ്രഹിക്കുക. അല്പനേരവും കൂടെ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പം എത്തേണ്ട ഇടം എത്തിയിട്ടും ഇറങ്ങാതെ വീണ്ടും പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് അവസാനം ഒടുവിൽ ഈ തടിയനായ മനുഷ്യൻ ആഗ്രഹിച്ചതുപോലെ ഈ റിക്ഷ വലിക്കുന്നവൻ ഭാരപ്പെട്ട് തളർന്ന് റിക്ഷയോടുകൂടെ വീഴുന്നു. ഇയാൾ അതിൻ്റെ അടിയിൽപ്പെടുന്നു. മറ്റവൻ ചാടി രക്ഷപ്പെടുന്നു. ആളുകളൊക്കെ ഓടിക്കൂടിയിട്ട് ഈ റിക്ഷ വലിക്കുന്ന വൃദ്ധനെ വല്ലാതെ കുറ്റപ്പെടുത്തുകയും അദ്ദേഹത്തെ ചീത്ത പറയുകയും മോശമായിട്ട് സമീപിക്കുകയും ഒക്കെ ചെയ്യും. ഇയാളൊരു മധ്യസ്ഥനെ പോലെ ഒരു സാരമില്ല, വിട്ടുകളാ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വളരെ യോഗ്യനായിട്ട് എനിക്ക് പരാതിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ വൃദ്ധനെ വെറുതെ വിടുകയാണ്. ഇയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കഥാകൃത്ത് കുറിച്ച് വയ്ക്കുകയാണ്. വൃദ്ധൻ്റെ പക്ഷം ചേരാനല്ല, തൻ്റെ കയ്യിലുള്ളത് കൊടുക്കാതെ രക്ഷപ്പെടാനുള്ള കുറുക്കു വഴിയായിട്ടാണ് അയാൾ ഈ നിലപാടിനെ ജീവിതത്തിലെടുത്തത്.
അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ആത്മപരിശോധന ചെയ്യേണ്ട ഒരു വിഷയമായത്. സത്യസന്ധത എന്നൊക്കെ പറയണത്, നീതിബോധം എന്ന് പറയുന്നത് ഇന്ന് മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചിലർ സംശയം പ്രകടിപ്പിക്കുന്നു. അത്രയൊന്നുമില്ലെങ്കിലും അറിഞ്ഞുമറിയാതെയും ഈ മേഖലയിലൊക്കെ വലിയ കുറവിൻ്റെ ഇടങ്ങളെ കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട്. മനുഷ്യർക്കിടയിലൊക്കെ കള്ളത്തരങ്ങളില്ലാതെ എങ്ങനെ കച്ചവടം നടത്തുമെന്ന ചിന്തയും കോപ്പിയടിക്കാതെ എങ്ങനെ പരീക്ഷ നടക്കും എന്ന ചിന്തയും ഒക്കെ താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെ അതിൻ്റെ പല രൂപഭാവങ്ങളിൽ കാണാൻ തുടങ്ങി. നീതിബോധമൊന്നും ഈ കാലത്തിൻ്റെ അല്ലെന്നും സത്യസന്ധതയൊക്കെ പഴങ്കഥയാണെന്നുമൊക്കെ ആളുകൾ അടക്കം പറയുന്നുണ്ട്. അടക്കമല്ല, ഉറക്കെയും പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട ഒരു ചോദ്യമാണ്, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഈ കാലത്തെ നമ്മുടെ നാടിനെ, ഏറെ പ്രത്യേകമായിട്ട് ഇന്ത്യ മഹാരാജ്യം അഴിമതിയുടെ ഗണത്തിലുമൊക്കെ ഏറെ പിന്നിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആ കാര്യത്തിലും കൂടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ മത്സരത്തിൻ്റെ ഒടുവിൽ നല്ല ഉന്നത നിലയിലെത്തിയെന്നാണ് പറയുന്നത്. അണ്ണാ ഹസാരെ എന്ന് പറയുന്ന അദ്ദേഹം സമരമൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കിങ്ങനെയാണ്: 280 ലക്ഷം കോടി രൂപയാണ് വിവിധ ലോക ബാങ്കുകളിലായിട്ട് ഇന്ത്യയിലെ പണക്കാർ നിക്ഷേപിച്ച് വച്ചിരിക്കുന്നത്. 280 ലക്ഷം കോടി രൂപ. ഒരു 121 കോടി ആളുകൾക്ക് നിന്ന് വീതിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്താൽ ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞത് കിട്ടാൻ പോകുന്നത് 2,31,000 രൂപയാണ്. എന്നുവെച്ചാൽ ഇവിടെ പാവപ്പെട്ടവനെ ഇല്ലാതാക്കാൻ തക്ക വിധമുള്ള ഒരു അനന്തമായ സാധ്യത, സത്യസന്ധമായ നിലപാടും നീതിബോധത്തിലൂന്നിയ ഒരു ചൈതന്യവും ഉണ്ടായിരുന്നുവെങ്കിൽ സാധ്യമാകുമായിരുന്നു. ലോകമിന്ന് ഈ കഷ്ടതയുടെ, ദുരിതത്തിൻ്റെ, സങ്കടത്തിൻ്റെ വഴിയിലൂടെയൊക്കെ കടന്നു പോകുമ്പം ഈ സമ്പന്നനും ദരിദ്രനും ഇടയിലുള്ള വലിയ വിടവുകൾ നമ്മളെ ഭാരപ്പെടുത്തുക, അത് സ്വാഭാവികമായിട്ട് വരുന്നതല്ല. അത് സത്യസന്ധതയ്ക്ക് വിരുദ്ധമായും നീതിബോധങ്ങളെ കാറ്റിൽ പറപ്പിച്ചും സംഭവിച്ച അപകടകരമായ നിലപാടിലൂടെയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിധിയുടെ മാനമായിട്ട് ഈ തിരുവചനത്തിൽ വളരെ വ്യക്തതയോട് കൂടിയിട്ട് നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ, സത്യസന്ധമായിട്ടും നീതിനിഷ്ഠമായിട്ടും നാം ജീവിച്ചാൽ വിധിയുടെ മുൻപിൽ നമുക്ക് ഭയപ്പെടാതെ നിൽക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്താ നീതിനിഷ്ഠ എന്നത് കൃത്യമായിട്ടും വചനത്തിലും ആത്മീയ ചിന്തയിലുമൊക്കെ നാം ഒന്ന് കണ്ടെത്തുന്നത് നല്ലതാണ്. നീതിനിഷ്ഠയെക്കുറിച്ചുള്ള ആത്മീയ പിതാക്കന്മാരുടെ ആദ്യത്തെ ഓർമ്മപ്പെടുത്തൽ, ശ്രദ്ധേയമായ ഓർമ്മപ്പെടുത്തൽ ദൈവത്തിൻ്റെ സ്വഭാവമെന്നാണ്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് നീതിയെങ്കിൽ പാപം അല്ലെങ്കിൽ നീതിക്കെതിരായ നിലപാട് അതിനെതിരാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 12:28 പറയും, നീതിയുടെ പാതയിലാണ് ജീവൻ, അനീതിയുടെ മാർഗം മരണത്തിലേക്ക് നയിക്കുന്നു. അപ്പം ജീവനുള്ളവനായിരിക്കാൻ വേണ്ടിയിട്ട് നീതിയുടെ പാതയിലൂടെ ചരിക്കണമെന്നും അനീതിയുടെ മാർഗം അത് നാശത്തിലേക്കാണെന്നും ദുരന്തത്തിലെ അവസാനിക്കുമെന്നും അറിയണം. ഒരു താൽക്കാലികമായ വിജയത്തിന് വേണ്ടിയിട്ട്, നേട്ടത്തിന് വേണ്ടിയിട്ട് അന്യായത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും അനീതിയുടെയും വഴികൾ സ്വീകരിക്കുന്നവരോട് വചനം കൃത്യതയോട് കൂടിയിട്ട് ഓർമ്മപ്പെടുത്തും, നീതിയുടെ പാതയിൽ ജീവനുണ്ട്, അനീതിയുടെ അല്ലെങ്കിൽ അന്യായത്തിൻ്റെ മാർഗത്തിൽ മരണമുണ്ട്. ഒരുപാട് പേര്, അതുകൊണ്ടാണ് നമ്മുടെ പഴയ തലമുറയിലെ ആത്മീയ പിതാക്കന്മാരൊക്കെ പറഞ്ഞു വെക്കുമായിരുന്നു, അന്യായത്തിൻ്റെ മാർഗത്തിലൂടെ ആർജിക്കുന്നതൊക്കെ ആത്യന്തികമായിട്ട് അനുഭവിക്കാനായിട്ട് ഭാഗ്യം കിട്ടില്ല. ഇന്ന് പല ആളുകളും കടന്നു പോകുന്നത് ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് സ്വരുക്കൂട്ടി, പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ചും ജീവിതശൈലി രോഗം കൊണ്ട് നമ്മൾ പൊറുതിമുട്ടുകയാണ്. പ്രമേഹം ഒരു മാരക രോഗം എന്നൊക്കെ വിളിക്കാമെന്നാണ് ഈ കഴിഞ്ഞ നാളുകൾ ചേട്ടനോട് പറഞ്ഞത്. എൻ്റെ അച്ഛാ, ഇതുപോലെ വൃത്തികെട്ടൊരു രോഗമില്ല. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? മനുഷ്യന് മനസ്സമാധാനമായിട്ടൊന്നും തിന്നാനും കുടിക്കാനും അവൻ്റെ ആവശ്യങ്ങളോട് ബന്ധപ്പെട്ട നിലപാടെടുക്കാനും പറ്റുന്നില്ല. ഇത് ശരിക്കും നമ്മളെ വല്ലാണ്ട് അപകടപ്പെടുത്തുകയാണ്. എന്ത് കഴിക്കുമ്പോഴും എവിടെ പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇത് വലിയൊരു സ്വാധീനമായി നിലകൊള്ളുകയാണ്. അർത്ഥം ഇത്രയേ ഉള്ളൂ, തലമുറയ്ക്ക് നീളുന്ന അനുഗ്രഹമായിട്ട് മരണസംസ്കാരത്തിൽ നിന്നും വിജയസംസ്കാരത്തിലേക്കും ജീവൻ്റെ സംസ്കാരത്തിലേക്കും എത്താൻ ഏറെ സഹായകമാകുന്ന ഒരു ചൈതന്യം, ഒരു ആത്മീയത, അത് നീതിക്കും സത്യത്തിനും ഇണങ്ങുന്നതാണ് എന്നോർക്കുക. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ തിരുവചനം പറയും,
നീതിമാന്മാരായിട്ട് ആരുമില്ലെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. എന്നുവെച്ചാൽ നീതിയെ ചുറ്റിപ്പറ്റി ഇന്ന് പല ആളുകളും ജീവിതത്തിൽ ഇല്ലാത്ത വിധം നീതി എന്ന് പറയുന്നത് കൈമോശം വന്നൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴാണ് യെശയ്യാ പ്രവചനം 64:6 ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ച് കളയും. അതായത് പ്രവാചകൻ്റെ ഒരു ദർശനവും ഒരു ബോധ്യവും പങ്കുവെക്കുകയാണ്. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ രക്ഷപ്പെടുമോ? ഓരോരുത്തരും ചോദിക്കാവുന്ന, ഞാനും നിങ്ങളുമൊക്കെ ആത്മശോധനയ്ക്ക് വിഷയമാക്കാവുന്ന ഒരു തിരുവചനമാണ്. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. എന്നുവെച്ചാൽ എവിടെ തൊട്ടാലും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന, വളരെ അസ്വസ്ഥമായി നമ്മളെ മാറ്റുന്ന അവസ്ഥ എന്നാണ് അർത്ഥം. വീണ്ടും പറയാണ്, ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു. ഇലയുടെ കൊഴിച്ചിലിന് പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളോ വലിയ കാരണങ്ങളോ ഒന്നും വേണ്ട. നല്ല കാറ്റൂതിയൽ, അതാ അതിനെ പറഞ്ഞത്, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ച് കളയുന്നു. അതായത് ശക്തമായൊരു കാറ്റിൽ പറന്നു പോകുന്നത് പോലെ അകൃത്യങ്ങൾ കൊണ്ട്, ഏറെ പ്രത്യേകമായിട്ട് നീതിക്കും സത്യത്തിനും വിരുദ്ധമായ നിലപാട് കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ ഇങ്ങനെ കാറ്റിൽ പാറിപ്പറന്നു പോകുന്ന ഭയാനകമായ അനുഭവത്തിലേക്ക് എത്തുന്നു എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നീതി നിഷ്ഠയോടുകൂടിയിട്ടുള്ള നിലപാടിലെത്തിയാൽ മാത്രമേ വിധിയുടെ മുൻപിൽ ഭയപ്പെടാതെ നമുക്ക് വ്യാപരിക്കാൻ കഴിയൂ. നീതിനിഷ്ഠയുടെ പ്രത്യേകതകളെക്കുറിച്ച് വായിച്ചത് ഓർക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, അത് കൈക്കൂലി വാങ്ങില്ല. നീതിയുള്ളവൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ദർശനമുള്ളവരൊക്കെ പങ്കുവയ്ക്കും, അവർക്ക് കൈക്കൂലിയോട് വൈമുഖ്യം ഉണ്ടാവും. എനിക്കറിയാം, കൈക്കൂലി മേടിക്കുന്നത് ജീവിതത്തിൽ തെറ്റല്ലെന്ന് പോലും ധരിക്കുന്നവർ, ഇട്ടുമൂടാനായിട്ട് സമ്പാദ്യവും മാസം കൈനിറയെ അഞ്ചക്കമുള്ള ശമ്പളവും ഒക്കെ കിട്ടിയിട്ടും ഒരു മനസാക്ഷിക്കുത്തും കൂടാതെ കൈക്കൂലി വാങ്ങുന്ന നികൃഷ്ടഭാവങ്ങളുള്ള ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാൻ കർണാടകത്തിൽ ഒരു IT-യിൽ ജോലി ചെയ്യുന്ന കാലത്ത് അവിടെ ഒരു വർഷം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ ചെറിയ കോഴ്സുകൾക്കൊക്കെ 2000-3000 രൂപ വാങ്ങുന്നിടത്ത് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് കുട്ടികളുടെ പ്രാക്ടിക്കലിൻ്റെ അടിയിൽ ഒപ്പിടാനായിട്ട് ഗവൺമെൻറ് അധ്യാപകൻ, പ്രിൻസിപ്പാള് 500 രൂപ അന്ന് കാലത്ത്, 10 വർഷം മുമ്പത്തെ കഥ ഞാൻ പറയണേ, കൈക്കൂലി മേടിക്കുമായിരുന്നു. ഒടുവിൽ ഈ മനുഷ്യൻ പിടിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ ഞാൻ ഒരിക്കലും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ കാണാനടിയായി. ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് നല്ല മിടുക്കനായിട്ട് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് പിടികിട്ടിയിട്ടുണ്ടെന്ന് കംപ്ലീറ്റ് സോറിയാസിസ് വന്നിരിക്കുക. ഞാൻ അയാളെ വിധിക്കാൻ ആളല്ല, എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു പലവിചാരം, അടിസ്ഥാനപരമായിട്ട് ഈ ആർത്തിയുടെ സംസ്കാരത്തിൽ നിന്ന് മാറാൻ കഴിയണമെങ്കിൽ നീതിബോധം എൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിയണം, സത്യസന്ധത എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 23:8 പറയും, കൈക്കൂലി വാങ്ങരുത്, അത് വിജ്ഞനെ അന്ധനാക്കും, നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കും. അതായത് കൈക്കൂലിയുടെ നിലപാട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിയുമ്പം എന്താ സംഭവിക്കുക? നമ്മൾ അറിയാതെ അത് വിവരമുള്ളവനെ പോലും അന്ധനാക്കും, അത് നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കും. ഇത് ജീവിതത്തിൽ ശീലിച്ചു പോയാൽ ഉണ്ടല്ലോ പിന്നെ പറ്റില്ല പ്രിയപ്പെട്ടവരെ. കുറേ പേര് ഇത് കണ്ണീരിൻ്റെ സാധനമാണ്, സങ്കടത്തിൻ്റെ സാധനമാണ്. ഗതികിട്ടാതെ ഓരോരുത്തരും അർഹതപ്പെട്ട അനുവാദങ്ങൾ പോലും നിഷേധിക്കപ്പെടുമ്പം, അല്ലെങ്കിൽ അർഹതപ്പെട്ടതിനെ വെച്ച് താമസിപ്പിക്കുമ്പം നിവൃത്തികേടുകൊണ്ട് ഈ കൈക്കൂലി കൊടുക്കുന്ന ഒരു കാലം, ഒരു നാടാണ് നമ്മുടേത്. അവിടെ ഓർക്കണം, ഇത്തരം നിലപാടുകൾ ദൈവ തിരുമുമ്പിൽ പിടിക്കപ്പെടും. അത് ഭയാനകമായിട്ടും നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഒന്നായിട്ടും ദുരന്തമായിട്ട് ഒരു വാള് പോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. രണ്ടാമത്, നീതിനിഷ്ഠയുടെ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കേണ്ടത്, ക്ലേശങ്ങളെ അതിജീവനക്രമ കൊണ്ട് നിറയ്ക്കും. നീതിയുണ്ടെങ്കിൽ ക്ലേശങ്ങൾ ഉണ്ടാകില്ലെന്നല്ല, ഒരു മനുഷ്യൻ നീതിമാനും സത്യസന്ധനുമാണ് എങ്കിൽ ക്ലേശങ്ങളെ അതിജീവിക്കാനുള്ള വലിയ ദൈവികമായ ഇടപെടൽ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാവും. സങ്കീർത്തനം 34:19 പറയും, നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കും. സുന്ദരമാണ് ആ വചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് എങ്കിലും കർത്താവ് അവയിൽ നിന്നുമല്ല അവനെ മോചിപ്പിക്കും. അപ്പം നമുക്ക് ഔസേപ്പിതാവിനെ തന്നെ എടുത്താൽ അറിയാൻ പറ്റും. ഔസേപ്പിതാവ് ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് സഹനത്തിലൂടെ കടന്നുപോയി.
പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ക്ലേശങ്ങളിൽ അതിജീവനത്തിനുള്ള കൃപ കൊടുക്കും. ഞാൻ പല ആളുകളും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അച്ഛാ, ഈ നന്നായി ജീവിക്കുന്നവർ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു, വളരെ ഡീസൻ്റായിട്ട് പഠിക്കുന്ന കാലത്തും ഇപ്പോൾ വിവാഹത്തോട് ഒപ്പം എത്തിയിട്ടും വളരെ മാന്യമായി തോന്നിവാസമൊന്നും കാണിക്കാതെ വേണ്ടാത്ത കൂട്ടുകെട്ടുകളോ സൗഹൃദങ്ങളോ ഒന്നുമില്ലാതെ ജീവിച്ച അവൾക്ക് നല്ലൊരു കല്യാണം നടക്കുന്നില്ല. അവളുടെ ഒപ്പമുള്ള തോന്നിവാസം കാണിച്ചവരും അടിപൊളിയായിട്ട് എല്ലാ നെറുകേടും കാണിച്ച് ജീവിച്ചവരുമെന്നും ഇന്ന് കല്യാണം കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി, സുഖമായി ജീവിക്കുന്നു എന്ന് പറയരുത്. അവർ ജീവിക്കുന്നു. മാനുഷികമായ കണ്ണിൽ ഒരുപക്ഷെ അവർ സുഖമായി ജീവിക്കുന്നുവെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ഒരു സത്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അത് മറ്റൊന്നുമല്ല, സുഖം എന്നതിന് ലോകം കൊടുത്തൊരു കാഴ്ചപ്പാടിൽ, ഫ്രെയിമിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷേ അകം നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടെയിട്ട് തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തും, സങ്കീർത്തകൻ ഓർമ്മപ്പെടുത്തും. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണെങ്കിലും അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കും. അതുകൊണ്ട് ക്ലേശങ്ങൾ അനുഗ്രഹമാക്കാൻ നീതിമാന്റെ ജീവിതത്തിൽ സാധിക്കും എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, മെച്ചപ്പെട്ട സമ്പാദ്യം ഉണ്ടാകാനായിട്ട് നീതിമാൻ ഇടവരും. മെച്ചപ്പെട്ട സമ്പാദ്യം ഉണ്ടാകാൻ നീതിമാന്റെ ജീവിതത്തിൽ ഇടവരും. സങ്കീർത്തനം 37:16 പറയും, അനേകം ദുഷ്ടരുടെ സമ്പാദ്യത്തെക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം. നമ്മളിങ്ങനെ ഒരുപാട് സമ്പാദിച്ചിട്ട് ഒരു സ്വസ്ഥതയുമില്ലാതെ ജീവിക്കുന്നതിലും എത്രയോ ഭേദമാണ് കുറച്ചുള്ളെങ്കിലും തൃപ്തിയോടുകൂടെ ആയിരിക്കണത്. ചില ആൾക്കാരിങ്ങനെ ഈ ജീവിക്കാൻ മറന്നിട്ട് ജീവിതമില്ല അവർക്ക്, തേഞ്ഞു തീരുക ഇങ്ങനെ, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, പങ്കാളിക്ക് വേണ്ടി, എന്നിട്ട് ഒരു ജീവിക്കാൻ മറക്കുക. ജീവിക്കാൻ വേണ്ടി കൊതിക്കുമ്പം പിന്നെ ജീവിതം അവശേഷിക്കുന്നില്ല, പിന്നെ ഒന്നിനും കൊള്ളുകയില്ല. ഞാൻ ഓർക്കുന്നൊരു ചേട്ടനെ, പുള്ളി ഇങ്ങനെ വലിയൊരു വീട് പണിയാൻ വേണ്ടി കിട്ടും. അതിങ്ങനെ എഞ്ചിനീയർമാർ പറഞ്ഞു, ആ മുറിക്ക് വലുപ്പം വേണം, ഈ മുറിക്ക് വലുപ്പം വേണം, ഒരു ബൈസ്റ്റാൻഡർക്ക് കിടക്കണം, ഇങ്ങനെ കുറേ ന്യായങ്ങൾ പറഞ്ഞു. ഇയാളൊരു ബലം കുറഞ്ഞ മനുഷ്യൻ എന്ന് വെച്ചാൽ വലിയ അങ്ങനെ ഏറ്റുമുട്ടി ഒരു കാര്യം ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തെ അവരിങ്ങനെ സ്വാധീനിച്ച്, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിലൊക്കെ ഒരുപാട് വലുപ്പമുള്ളൊരു വീടിൻ്റെ തറ ഇങ്ങനെ കെട്ടി. ഒരു ദിവസം ഞാനിങ്ങനെ കടന്നു പോകുമ്പം ചേട്ടൻ ഈ തറയുടെ കെട്ടിയതിൻ്റെ അടുത്ത് താടിക്ക് കയ്യും കൊടുത്തിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയേ? പുള്ളി ഇങ്ങനെ പറഞ്ഞു, തറ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വെച്ചാൽ ഇതുപോലെ ഒരു വീട് തീർക്കണമെങ്കിൽ ഞാൻ എത്ര നാൾ കഷ്ടപ്പെടണം, ഇനി അഥവാ തീർത്താലും എനിക്ക് സ്വൈര്യമായിട്ട് ഇതിനകത്ത് കിടക്കാൻ പറ്റും. ചേട്ടനോട് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞ വളരെ സത്യമാണ്. ഇതുപോലെ എടുത്താൽ പൊങ്ങാത്തൊരു ഭാരം ചുമലിൽ ഏറ്റുവിടുത്ത് ഈ മനുഷ്യൻ ജീവിതത്തിൻ്റെ ശിഷ്ടഭാഗം മുഴുവനും കടം വീട്ടാൻ വേണ്ടിയിട്ട്, മക്കളൊക്കെ തിരിച്ചറിവായിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ പഠനം, വിവാഹം, ഭാവി, ഇതെല്ലാം ഇതിൻ്റെ പുറകെ വരുന്നു. ഇത്തരം കാര്യങ്ങൾക്കൊന്നും നീക്കിയിരിപ്പുകളില്ലാത്ത വിധം വളരെ അപകടകരമായിട്ട് ഈ വ്യക്തികളുടെ ജീവിതം മാറും. ഇദ്ദേഹം ഇങ്ങനെ ജീവിതത്തിൽ വലിയ ഭാണ്ഡക്കെട്ട് ഭാരമായിട്ട് കൊണ്ടു നടന്ന് ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കണം, തീരുമാനം എടുക്കണം. ഇവിടെയാണ് മെച്ചപ്പെട്ട സമ്പാദ്യം ഉണ്ടാകണോ, നീതിബോധമുള്ള സത്യസന്ധതയുള്ള വ്യക്തിയാകാനായിട്ട് തീരുമാനമെടുക്കണം. നാലാമത്തെ കാര്യം, പാവപ്പെട്ടവൻ്റെ പക്ഷം ചേരാൻ നീതി നമ്മളെ നിർബന്ധിക്കും. നീതിബോധത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് പാവപ്പെട്ടവൻ്റെ സങ്കടം, നൊമ്പരം, വേദന, കഷ്ടത നമ്മുടേതായിട്ട് മാറുക. സ്കൂളൊക്കെ തുറക്കണ സമയമായപ്പോഴത്തേക്കും ഒരു സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ, സ്കൂൾ തുറക്കുന്നുവെന്ന് കേൾക്കുമ്പം ഉള്ളിൽ ഭയമാണ്. കാരണം കഴിഞ്ഞ 2 കൊല്ലത്തോളമായിട്ട് കുഞ്ഞുങ്ങൾ വിദ്യാലയത്തിൽ പുറത്തൊന്നും പോയിട്ടില്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലിട്ടുകൊണ്ട് പോകാൻ പാകമുള്ള തുണി ഒരെണ്ണം പോലും എൻ്റെ വീട്ടിലില്ല. സങ്കടത്തോടെ പറയാം. പിള്ളേരൊക്കെ പ്രായത്തിന് അനുപാതികമായിട്ട് വേഗത്തിൽ വളരുന്നു. പിന്നെ കഴിഞ്ഞ 1.5-2 കൊല്ലമായിട്ട് ആഘോഷങ്ങളോ ക്രിസ്മസിനോ വിഷുവിനോ ഓണത്തിനോ ഒന്നും തുണിയെടുക്കുന്നൊരു ശൈലിയോ സമയ സാധ്യതയോ ഇല്ലാതിരുന്നു. ആഘോഷങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയും തുണിയെടുക്കാൻ പോയിട്ടില്ല. ഒരു 3-4 കുഞ്ഞുങ്ങളുള്ള അല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങളുള്ളൊരു വീട്ടിൽ ഈ വിദ്യാലയം തുറന്നപ്പം കുട്ടികളെ സ്കൂളിൽ വിടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10,000-6,000-7,000 രൂപ വേണം എന്ന് എന്നോട് പങ്കുവെക്കുകയായിരുന്നു. വേറൊരു കാര്യം കൂടെ പറഞ്ഞു, എത്രയും വേഗം യൂണിഫോം ആയിരുന്നെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു, 2 ജോഡി കൊണ്ട് കാര്യം നടക്കുമായിരുന്നു. ചിന്തിച്ച് നോക്കിക്കേ. അടിസ്ഥാനപരമായിട്ട് വചനം നമ്മളോട് പറയാണ്, സുഭാഷിതം 29:7 പറയും, നീതിമാൻ ദരിദ്രരുടെ അവകാശം അംഗീകരിക്കുന്നു. നീതിമാന്റെ പ്രത്യേകത എന്തെന്നാ?
ദരിദ്രൻ്റെ അവകാശങ്ങളെ അംഗീകരിക്കാനായിട്ട് അവൻ തയ്യാറാകും. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞില്ലേ, നിനക്ക് അർഹതപ്പെട്ടവന് കൊടുക്കാതിരിക്കുന്നത് അപരാധമാണെന്ന് ഓർമ്മിക്കണം. അർഹതപ്പെട്ടവനെ നിഷേധിക്കുന്നത് അപരാധങ്ങളുടെ ഗണത്തിൽപ്പെടും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം വളരെ കൃത്യതയോട് കൂടിയിട്ട്. അതുകൊണ്ടാണ് പാവപ്പെട്ടവൻ്റെ പക്ഷം ചേരാൻ കഴിയും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞില്ലേ, ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ സ്വരം ഈ പാവപ്പെട്ടവൻ്റെ സ്വരമാണ്. ഈ കാലത്തിൻ്റെ ഏറ്റവും ശ്രദ്ധയാർഹിക്കുന്ന ഘട്ടം അത് പാവപ്പെട്ടവൻ്റെ സ്വരം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു എന്നതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ കാര്യം, കർത്താവ് അനുഗ്രഹമുള്ളവരുടെ പക്ഷത്താണെന്ന് മറക്കാൻ പാടില്ല. കർത്താവ് നീതിയോടെ ജീവിക്കുന്നവൻ്റെ പക്ഷത്താണെന്ന് നമ്മൾ ഓർത്തോണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 34:15 പറയും, കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു, അവിടുന്ന് അവരുടെ വിലാപങ്ങൾ ശ്രദ്ധിക്കുന്നു. അപ്പം നീതിമാനെ കടാക്ഷിക്കുകയും അവൻ്റെ വിലാപങ്ങളെ, അവൻ്റെ സങ്കടങ്ങളെ കേൾക്കുകയും ചെയ്യുന്നൊരു കർത്താവ്. നീതിയോടെ നിലപാട് സ്വീകരിച്ച കർത്താവ് കൂടെയുണ്ട്. നല്ല പോലെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. സമ്പാദ്യങ്ങൾ ദൈവം തരുമ്പം ഔദാര്യപൂർവ്വം കൊടുക്കുകയാണ്. ദൈവം ഒരിക്കൽ തനിക്ക് നല്ല തൊഴിലും മെച്ചപ്പെട്ട വൈദേശിക സാഹചര്യത്തിലെ സാധ്യതകളുമൊക്കെ ഒരുക്കിയപ്പം വളരെ കൃത്യതയോട് കൂടിയിട്ട് ദശാംശം കൊടുക്കുകയും, അതുമാത്രമല്ല, ദൈവമേ ഇനി എന്തിനാ എനിക്ക് ഈ സമ്പാദ്യങ്ങൾ, നാട്ടിലുള്ളത് പലതും, കാരണം വൈദേശിക സാഹചര്യത്തിൽ ഞാൻ സെറ്റിലാകാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുക. ഇവിടെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ വീടുണ്ടെന്നും ഇവിടെ സ്ഥലമുണ്ടെന്നും അവിടെ ഫ്ലാറ്റുണ്ടെന്നും ഒക്കെ പറയണത് മണ്ടത്തരമാണെന്ന് ബോധ്യം കിട്ടിയപ്പം വളരെ അഭിഷേകത്തോട് കൂടിയിട്ട് അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ആ തുറവയുടെ മനസ്സ്, ദൈവത്തിൻ്റെ പക്ഷം ചേരില്ല. ദൈവത്തിൻ്റെ പക്ഷം ചേരുക എന്നതാണ് ജീവിതകാലത്ത് അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സുന്ദരമായ പ്രവൃത്തി. അതാണ് നീതിയുള്ളവൻ്റെ സൂചന. അവസാനമായിട്ട് ഈ നീതിയുള്ളവരുടെ പ്രത്യേകത, അവരെന്നും സ്മരിക്കപ്പെടും. നീതിബോധത്തോടു കൂടെ ജീവിക്കുന്നവർ തിരുശേഷിപ്പുകളായി മാറുമെന്ന് പറയാൻ എനിക്കിഷ്ടമാണ്. അല്ലാത്തവരൊക്കെ ശവമായിട്ട് ഒടുങ്ങും. സങ്കീർത്തനം 112:6 പറയുന്നുണ്ട്, നീതിമാന് ഇളക്കം തട്ടില്ല, അവൻ്റെ സ്മരണ എന്നും നിലനിൽക്കും. ഇളക്കം തട്ടാതെ നിൽക്കാൻ, സ്മരണയെന്നും നിലനിർത്താനായിട്ട് സഹായകമാണ് ഈ നീതിമാൻ്റെ ജീവിതം. നീതിബോധത്തോടു കൂടിയിട്ട് ജീവിക്കുന്നവർ കൃത്യമായിട്ട് ഓർമ്മിക്കണം, അവർ നിലനിൽക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടിയുള്ള നിക്ഷേപമാണ് നീതിയിലൂടെയും സത്യസന്ധതയിലൂടെയും സ്വന്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനങ്ങൾ ഈ സങ്കീർത്തകൻ പറയുന്നത്, കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത്, നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഇണങ്ങുന്ന വിധം എന്നെ വിധിക്കണമേ. ഈ ദൈവത്തോട് ഫെയ്ത്ത്ഫുൾ ആവുക എന്നാണ് ആത്മീയ പിതാക്കന്മാരൊക്കെ പറയേണ്ടത്. നീതിനിഷ്ഠയും സത്യസന്ധതയും ഇങ്ങനെ ഇടപെരിയാറെ ചേർന്ന് നിൽക്കും. ബി ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്, ദൈവത്തോട് വിശ്വസ്തതാപൂർവ്വം ചേർന്ന് നിൽക്കുക. അതാണ് നീതിയും സത്യവും. അതുതന്നെയാണ് നീതി, സത്യം. ഇത് രണ്ടും പ്രായോഗികതയിൽ എത്തിക്കുകയും, അബ്രാഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് റോമാലേഖനം 4:3 പറയും, അബ്രാഹം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അബ്രാഹാം ദൈവത്തിൽ തൻ്റെ ജീവിതത്തെ ചേർത്തുവെച്ചു, സർവം സമർപ്പിച്ചു, നീതിയായിട്ടത് പരിഗണിക്കപ്പെട്ടു. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ പരോന്മുഖമാകുന്ന ഭാവമാണ് നീതിയും സത്യവും. സ്നേഹത്തിൻ്റെ പരോന്മുഖമായി തീർന്ന പ്രവർത്തനമാണ് നീതിയും സത്യവും. നമുക്കും ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിക്കാം, ഈ ചിന്തകളെ മനസ്സിൽ കുറിക്കാം. നീതിമാൻ്റെ പ്രത്യേകതകളെ, സത്യസന്ധൻ്റെ സവിശേഷതകളെ ഒന്നിച്ച് ചേർത്ത് വെച്ച് നാം ഈ വചനം ധ്യാനിക്കുമ്പം കൈക്കൂലി വാങ്ങാത്തവനും, ക്ലേശങ്ങളെ അതിജീവനകൃപ കൊണ്ട് അനുഗ്രഹമാക്കുന്നവനും, മെച്ചപ്പെട്ട സമ്പാദ്യം കൊണ്ട് സ്വർഗം നേടുന്ന മനസ്സും, പാവപ്പെട്ടവൻ്റെ പക്ഷം ചേരുന്ന ആ ചൈതന്യവും, കർത്താവ് പക്ഷത്തുണ്ട് എന്ന ഉറപ്പിലുള്ള ജീവിതവും, ഒടുവിൽ എന്നും സ്മരിക്കപ്പെടാനിടയാകുന്ന അനുഭവങ്ങളുമായി നമ്മുടെ ജീവിതത്തെ മാറ്റാം. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. കർത്താവേ, വലിയ കാരുണ്യം കാണിക്കണേ. വിധിയുടെ മുമ്പിൽ വിറയൽ കൂടാതെ നിൽക്കാൻ, അനുഗ്രഹത്തോടെ വിധിയെ സമീപിക്കാൻ ഞങ്ങൾക്ക് ബലം കിട്ടും. ഞങ്ങളിൽ നീതി ബോധവും സത്യസന്ധതയും നിറഞ്ഞാൽ ഇടർച്ചകളുണ്ടായ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കും. കൊടുക്കാതെ പിടിച്ചു വെച്ചതും നീതി നിഷേധിച്ചതും അർഹതപ്പെട്ടത് പങ്കുവയ്ക്കാതിരുന്നതും, സത്യത്തിൻ്റെ പക്ഷം ചേരാതെ അനീതിയുടെ അസത്യത്തിൻ്റെ പക്ഷത്ത് ഭാഗഭാക്കായതും ഓർത്ത് മാപ്പ് ചോദിക്കും. കർത്താവേ, കരുണ കാണിക്കണമേ. ഞങ്ങളെ നീതിയും സത്യവും കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ അടിസ്ഥാന ഭാവങ്ങളായവയിൽ ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അമ്മേ മാതാവെ, പ്രാർത്ഥിക്കണേ.
വിശുദ്ധരെ മാധ്യസ്ഥം തേടുന്നു. അനുഗ്രഹിക്കാൻ ഈശോയുടെ സന്നദ്ധിയിൽ നിങ്ങളും പ്രാർത്ഥിക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.